വെറുതെ അല്ല ഈ സ്ഥലത്തെ ഏഷ്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്. വേനൽക്കാലമൊക്കെ അല്ലേ, അത്യാവശ്യം ചൂടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാഗമണിലേക്ക് പുറപ്പെട്ടത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇതുപോലെ നല്ല വൈബ് ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ ഒന്നായി വാഗമൺ അറിയപ്പെടാനുള്ള ഒരു കാരണം ഈ കാണുന്ന മെഡോസ് തന്നെയാണ്. പുൽമേടുകളിലൂടെയൊക്കെ നടക്കാൻ ഇതിലും നല്ല സ്ഥലം കേരളത്തിൽ വേറെയില്ല. കണ്ണെത്തുന്നിടത്തോളം പച്ചപ്പ് മാത്രം കാണുന്ന ഈ മലഞ്ചെരിവുകൾ വാഗമണിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ആ മലഞ്ചെരിവുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള പാർക്കുകൾ നമുക്ക് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയില്ല. വേനൽക്കാലത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ തണുപ്പ് കാലത്തെ കാര്യം പറയണ്ടല്ലോ. ഞങ്ങളുടെ യാത്രകളിലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വാഗമൺ. ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ ആ ഒരു സിംപ്ലിസിറ്റിയാണ്. ഇവിടുത്തെ ആ തണുത്ത കാറ്റും കൊണ്ട് വാഗമൺ മെഡോസിൽ ചുമ്മാ ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ്. ഇവിടേക്ക് വരുന്ന പല യാത്രക്കാരും ഈ മൊട്ടക്കുന്നിലൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ചിലവഴിച്ചിട്ടാണ് തിരിച്ചു പോവുക. ഈ കാണുന്നത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവേഴ്സ് ഗാർഡൻ ആണ്. ഇതിനകത്ത് ഗാർഡനോടൊപ്പം തന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊട്ടക്കുന്നുകളിലൊക്കെ മേഞ്ഞു നടക്കുന്ന പശുക്കൾ ഇവിടുത്തെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരനായ ഒരു ചേട്ടനെ പരിചയപ്പെട്ടത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ആ ചേട്ടൻ ഒരുപാട് പശുക്കളെ വളർത്തിയിരുന്നു. ഈ പരിസരത്തുള്ള ആളുകളുടെയൊക്കെ പശുക്കൾ മേയുന്ന ഏരിയ ആയിരുന്നു ഈ പാർക്ക് ഇരിക്കുന്ന പുൽമേടുകളൊക്കെ. ഈ പാർക്ക് വന്നതിന് ശേഷം ഒരു വലിയ ഏരിയ കമ്പിവേലി വെച്ച് കെട്ടി അടയ്ക്കുകയും അങ്ങനെ പശുക്കൾക്ക് മേയാനായിട്ട് അകത്തേക്ക് കടത്തിവിടാതെയുമായി. മേച്ചിൽപ്പുറങ്ങളൊക്കെ കെട്ടി അടച്ചതോടുകൂടി പശുക്കളെ എല്ലാം കൊടുക്കേണ്ടി വന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ വർഷങ്ങളായി ചെയ്തു വന്ന കാലി വളർത്തൽ ഉപേക്ഷിച്ച് പുതിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. വാഗമൺ മെഡോസിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാഴ്ചയാണ് ഈ പട്ടം പറപ്പിക്കൽ. നല്ല കാറ്റും വേറെ തടസ്സങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടം പറപ്പിക്കാൻ നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ. പക്ഷേ ഇടിമിന്നലൊക്കെയുള്ള സമയങ്ങളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് ഇത്തരം മൊട്ടക്കുന്നുകൾ. വാഗമണിലെ ഈ മെഡോസൊക്കെ വേസ്റ്റ് വലിച്ചെറിയാതെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഫോട്ടോകളിലും വീഡിയോകളിലും ഒന്നും പകർത്താൻ കഴിയാത്ത ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് വാഗമണിലെ എവിടെ പോയാലും നമുക്ക് ഫീൽ ചെയ്യുക. യാത്രകൾ ഇഷ്ടമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പച്ചപ്പിന്റെ ലോകം നേരിൽ കാണണം. പ്രകൃതിയെ സ്നേഹിക്കൂ, യാത്രകളെ മനോഹരമാക്കൂ. മറ്റൊരു ട്രാവൽ സ്റ്റോറിയായി നമുക്ക് വീണ്ടും കാണാം.